2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 5 പ്രദേശങ്ങളിലാണ്. അതിൽ 4 സംസ്ഥാനങ്ങൾ അസം, പശ്ചിമബംഗാൾ, കേരളം, തമിഴ്നാട്. അതിനോടൊപ്പം എന്തുകൊണ്ട് അഞ്ചാമതൊരു സംസ്ഥാനമായി മണിപ്പൂരിനെ കൂടി പരിഗണിച്ചുകൂടാ? എന്തുകൊണ്ടാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്ന മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ വിസമ്മതിക്കുന്നു? സുപ്രീം കോടതിയിൽ ഹർജിയുടെ രൂപത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് മണിപ്പൂരിൽ ഇലക്ഷൻ നടക്കണം, കൃത്യമായി ബാലറ്റ് പേപ്പറിൽ തന്നെ ഇലക്ഷൻ നടത്തണം. കാരണം താരതമ്യേന മണിപ്പൂർ ഒരു ചെറിയ സംസ്ഥാനമാണ്. മണിപ്പൂരിൽ ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ 4/3 ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ഇന്നർ മണിപ്പൂരിലും ഔട്ടർ മണിപ്പൂരിലും 2 ലോക്സഭാ സീറ്റുകളിലും കോൺഗ്രസ് ഭേദപ്പെട്ട വിജയം കാഴ്ചവെച്ചു. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കിയാലറിയാം, മണിപ്പൂരിൽ സമാനതകളില്ലാത്ത മുൻതൂക്കം കോൺഗ്രസ് നേതൃത്വത്തിന് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വിശ്വാസം കോൺഗ്രസ് നേതൃത്വം തിരിച്ചുപിടിച്ചിരിക്കുന്നു. അത് BJPയുടെ ചെങ്കടുപ്പ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ BJPയെ ആ മേഖലയിൽ നിന്ന് പരിപൂർണമായി തുടച്ചു നീക്കാൻ വെമ്പൽ കൊള്ളുന്ന ജനങ്ങളാണ്. ആസാമിൽ പോലും അത് അതിശക്തമായി മാറുന്നു. ആസാമും മണിപ്പൂരും ഒരേ സമയം തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ ഈ 2 വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും കോൺഗ്രസിന്റെ പാതയിലേക്ക് വരുമെന്ന് ഉത്തമബോധ്യമുള്ള BJP പക്ഷേ അതിന് തയ്യാറാകില്ല എന്നുള്ളതാണ് വാസ്തവം. തെരഞ്ഞെടുപ്പ് എങ്ങനെയൊക്കെ നീട്ടിവെക്കാം, എത്രനാൾ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാം, അതിനിടയിൽ എങ്ങനെയെങ്കിലും BJP ഭരണം കൊണ്ടുവരാൻ കഴിയുമോ എന്നൊക്കെയാണ് അവർ ശ്രമിക്കുന്നത്. 2022 മണിപ്പൂരിൽ അവസാനം ഭരണം BJP തുടർച്ചയായി പിടിച്ചെടുത്തത്. 2027 ജനുവരി വരെയാണ് മണിപ്പൂരിന്റെ നിയമസഭയുടെ കാലാവധി. അതുവരെയും കൊണ്ടുപോയി ജനങ്ങളുടെ ആനുകൂല്യങ്ങളും പുനരധിവാസവും താറുമാറാക്കാൻ തന്നെയാണ് BJP വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2027 നടക്കുന്ന ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ് തുടങ്ങിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകളോടൊപ്പമല്ലാതെ മണിപ്പൂരിനെ തെരഞ്ഞെടുപ്പിലേക്ക് വിടണ്ട എന്ന ദുർവാശിയാണ് BJP നേതൃത്വത്തെ രാഷ്ട്രപതി ഭരണം തുടർന്നും അവിടെ നടത്താൻ പ്രേരിപ്പിക്കുന്നത്. പട്ടിണിയും പരിവട്ടവുമായി അവിടുത്തെ ജനങ്ങൾ എപ്പോഴും ദുരിതത്തിന്റെ ആഴങ്ങളിൽ എത്തിപ്പെടട്ടെ എന്നുള്ള BJPയുടെ ഏറ്റവും മോശമായ തീരുമാനമാണ് ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്.